മക്കൾക്ക് വേണ്ടി രാവും പകലും വിശ്രമമില്ലാതെ ജോലിയെടുക്കുന്ന മാതാപിതാക്കൾ. അവരുടെ സ്വപ്നവും പ്രതീക്ഷയും കുട്ടികളിലാണ്. ചെറുപ്പം മുതൽ മക്കൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കും. പണ്ട് കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിച്ചിരുന്ന പിള്ളേരുടെ കയ്യിൽ ഇപ്പോൾ പിറന്നു വീഴുമ്പോഴേ മൊബൈലും ഐപാഡും ലാപ്ടോപ്പുമുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ ഇരുണ്ട ലോകത്ത് കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് അച്ഛനമ്മമാർ ശ്രദ്ധിക്കാറുണ്ടോ? കുട്ടിക്കാലത്ത് കാർട്ടൂണുകളും റീൽസുകളും ചെറിയ ഗെയിമുകളുമൊക്കെ കളിച്ച് അതിൽ ഭ്രമിക്കുന്ന മക്കൾ കൗമാരത്തിലേക്ക് അടുക്കുമ്പോൾ ഓൺലൈൻ ഗെയിമുകളുടെ ലോകത്തേക്ക് മാറും. അവിടെയാണ് അപകടം പതിയിരിക്കുന്നത്. ഓൺലൈൻ ഗെയിമുകളിലെ ടാസ്കുകൾ കുട്ടികളെ ആത്മഹത്യയിലും വലിയ കെണിയിലും കൊണ്ടെത്തിക്കാം. കാസർഗോഡ് ഉപ്പളയിലെ 14-കാരൻ സ്വന്തം വീടിന് നേരെ വെടിയുതിർത്തതിന് പിന്നിലും ഓൺലൈൻ ഗെയിം എന്നാണ് കണ്ടെത്തൽ. 9ാം ക്ലാസ്സുകാരന് എവിടെ നിന്നാണ് തോക്കും തിരകളും കിട്ടിയത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നിങ്ങളുടെ മക്കൾ ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്നവരാണോ? രാത്രി സമയങ്ങളിൽ അവർ ഉറക്കമിളച്ച് മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കുന്നുണ്ടോ? അവരുടെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ? എങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. കാരണം ഓൺലൈൻ ഗെയിമുകൾ കുട്ടികളെ പല സാഹസികതയ്ക്കും പ്രേരിപ്പിക്കാം. അവരുടെ ജീവിതത്തെ പോലും അപകടത്തിൽ കൊണ്ടെത്തിക്കാം. കാസർഗോഡ് ഉപ്പളയിൽ സ്വന്തം വീടിന് നേരെ 14-കാരൻ വെടിവെച്ചത് ഓൺലൈൻ ഗെയിമിൻ്റെ ഭാഗമെന്ന് വിവരം. ഓൺലൈൻ ഗെയിമിന് അടിമയായ കുട്ടി ഗെയിം ടാസ്കുകൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് വെടിയുതിർത്തതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. 14-കാരനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. വീട്ടുകാർ വഴക്കു പറയുമെന്ന പേടിയിലാണ് കുട്ടി സ്വയം കഥ മെനഞ്ഞതെന്നാണ് സൂചന. സംഭവത്തിൽ തോക്കും തിരയും കണ്ടെടുത്തെങ്കിലും കുട്ടിക്ക് തോക്ക് എവിടെ നിന്ന് കിട്ടിയെന്നതിൽ വ്യക്തതയില്ല. ഉപ്പള ഹിദായത്ത് നഗറിൽ പ്രവാസി വ്യവസായി അബൂബക്കർ സിദ്ദിഖിന്റെ വീടിന് നേരെയുണ്ടായ വെടിവെപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഓൺലൈൻ ഗെയിമിങ്ങിന് അടിമയായ അബൂബക്കറിന്റെ മകൻ 14 വയസ്സുകാരൻ ഗെയിമിൽ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ചാണ് വീട്ടിലേക്ക് സ്വയം വെടിയുതിർത്തത്. വീട്ടുകാർ പുറത്തുപോയ സമയമായിരുന്നു ഇതിനായി തെരഞ്ഞെടുത്തത്. പിന്നീട് വഴക്കു പറയുമെന്ന ഭയത്തിലാണ് കാറിലെത്തിയ സംഘം വീടിന് നേരെ വെടിയുതിർത്തുവെന്ന കഥ മെനഞ്ഞത്. രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് സംഭവത്തിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. വെടിയുതിർക്കാൻ ഉപയോഗിച്ച എയർഗണ്ണും തിരയും പോലീസ് കണ്ടെടുത്തു. എന്നാൽ കുട്ടിക്ക് തോക്ക് എവിടെ നിന്ന് കിട്ടിയെന്നത് വ്യക്തമല്ല. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ഉപ്പളയെ പരിഭ്രാന്തിയിലാഴ്ത്തിയ സംഭവം. 14 വയസ്സുള്ള അബൂബക്കറിന്റെ ഇളയ മകൻ മാത്രം വീട്ടിലുള്ളപ്പോൾ ദേശീയപാതയിലൂടെ എത്തിയ വെള്ള നിറത്തിലുള്ള കാറിൽ നിന്ന് വീടിന് നേരെ വെടിയുതിർത്തു എന്നായിരുന്നു പരാതി. നിരീക്ഷണ ക്യാമറകൾ പരിശോധിക്കുകയും ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി നടത്തിയ വിശദമായ പരിശോധനയിലും സംശയം തോന്നിയ പോലീസ് കുട്ടിയെ വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. വെടിവെപ്പ് സംബന്ധിച്ച് അബൂബക്കറിന്റെ മൂത്ത മകൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. കാസർഗോഡ് ASP ഡോക്ടർ M നന്ദഗോപന്റെ മേൽനോട്ടത്തിൽ മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ P അജിത് കുമാറിനാണ് അന്വേഷണ ചുമതല. കുട്ടിക്കെതിരെ കേസെടുക്കണോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ല. ന്യൂസ് 18 കാസർഗോഡ്. ഉത്തർപ്രദേശിലെ നിധാരി എന്ന ഗ്രാമത്തെക്കുറിച്ച് നമ്മൾ ആദ്യമായി കേൾക്കുന്നത് 19 വർഷം മുൻപാണ്. അതായത് 2006 ഡിസംബറിൽ 11 പെൺകുട്ടികളുടെയും ഒരു യുവതിയുടെയും 6 ആൺകുട്ടികളുടെയും ശരീരാവശിഷ്ടങ്ങൾ അഴുക്കുചാലിൽ നിന്നും കണ്ടെത്തിയ ആ ദിവസം ഇന്നും ഭീതിയോടെയാണ് ഓർമ്മിക്കുന്നത്. ഇന്ന് ആ കൊച്ചു ഗ്രാമം അറിയപ്പെടുന്നത് നിധാരി കൂട്ടക്കൊലയുടെ പേരിലാണ്. 19 ശരീരഭാഗങ്ങളാണ് അഴുക്കുചാലിൽ നിന്നും അന്ന് കണ്ടെത്തിയത്. കൊലപാതകവും നരഭോജനവും നടത്തിയെന്ന് പ്രതികൾ സമ്മതിക്കുകയും ചെയ്ത കേസ്. എന്നാൽ പിന്നീട് എന്താണ് ആ കേസിൽ സംഭവിച്ചത്?
പ്രതി സുരേന്ദ്ര കോലിയെ അവസാന കേസിലും സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ഡിസംബറിൽ കോഹ്ലി ജോലി ചെയ്തിരുന്ന വ്യവസായിയായ മുനീന്ദർ സിംഗ് പാന്തർ എന്നയാളുടെ വീടിന്റെ ഓടയിൽ നിന്ന് 8 കുഞ്ഞുങ്ങളുടെ അസ്ഥികൂടങ്ങൾ കണ്ടെടുത്തതോടെയാണ് നിധാരി കൊലപാതകങ്ങൾ പുറം ലോകമറിഞ്ഞത്. മുനീന്ദറിന്റെ വീട്ടിൽ വെച്ച് നിരവധി കുട്ടികളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മുനീന്ദറിന്റെ വീടിനടുത്തുള്ള അഴുക്കുചാലിൽ നിന്ന് തലയൊട്ടി ഉൾപ്പെടെയുള്ള 19 അസ്ഥികൂടങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇതിലൊന്ന് കാണാതായ 10 വയസ്സുകാരിയുടേതാണെന്ന് DNA പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മുനീന്ദറും കോഹ്ലിയും അറസ്റ്റിലായി. കേസ് പിന്നീട് CBIക്ക് കൈമാറി. നിരവധി കുട്ടികളെ കാണാതായ വിവരം അറിയിച്ചിട്ടും നടപടിയെടുക്കാത്തതിന് 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ചണ്ഡീഗഡ് സ്വദേശിയായ വ്യവസായിയാണ് മുനീന്ദർ സിംഗ് പാന്തർ. ഇയാൾക്ക് നോയിഡ സെക്ടർ 2-ൽ വ്യാപാര സ്ഥാപനമുണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോൾ താമസിക്കാനാണ് നോയിഡ സെക്ടർ 31-ലെ D ബ്ലോക്കിൽ 5 നമ്പർ വീട് വാങ്ങിയത്. അവിടെ കോഹ്ലിയെ ജോലിക്കാരനായി നിയമിച്ചു. ഈ വീടിനടുത്താണ് നിധാരി ഗ്രാമം. ഗ്രാമത്തിലെ കുട്ടികളെയും യുവതികളെയും നോയിഡയിലേക്ക് തട്ടിക്കൊണ്ടുവന്ന് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം ശരീര അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് കവറിലാക്കി റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുകയും പിന്നീട് ഇവ തൊട്ടടുത്തുള്ള അഴുക്കുചാലിലേക്ക് തള്ളുകയുമായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. ശരീരഭാഗങ്ങൾ മുറിച്ച് റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചിരുന്നെന്നും കോഹ്ലി പ്രത്യേക മാനസിക രോഗത്തിന് അടിമയാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്ന് ഗാസിയാബാദ് പ്രത്യേക CBI കോടതി ഇരുവർക്കും വധശിക്ഷ വിധിച്ചു. എന്നാൽ 2023 ഒക്ടോബർ 12-ലെ കൊലപാതക കേസുകളിൽ കോഹ്ലിയെയും 2 കേസുകളിൽ മുനീന്ദറിനെയും അലഹബാദ് ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി. ആകെ 13 കൊലപാതക കേസുകളാണ് കോഹ്ലിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നിധാരി പരമ്പര കൊലപാതകങ്ങളിൽ 15 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലാണ് സുരേന്ദ്ര കോഹ്ലിയെ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കിയത്. ചീഫ് ജസ്റ്റിസ് RB ഗവായ്, ജസ്റ്റിസുമാരായ സൂര്യകാന്ത, വിക്രംനാഥ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. കോഹ്ലിയെ ഉടൻ മോചിപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. 13ാമത്തെ കേസിലും കോടതി കുറ്റവിമുക്തനാക്കിയതോടെ കോഹ്ലിക്ക് പുറത്തിറങ്ങാനുള്ള വഴി തെളിയുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യതലസ്ഥാനം നടുങ്ങിയ രാത്രി. ചെങ്കോട്ട ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 12 മനുഷ്യർ. തീവ്രവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നും ഭീകരാക്രമണത്തെ രാജ്യത്തിനെതിരായ യുദ്ധമായി കാണുമെന്നും പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയ ശേഷവും രാജ്യം ജാഗ്രതയിലായിരുന്നു. പക്ഷേ അത് മറികടന്ന് തലസ്ഥാനത്തെ ഏറ്റവും ജനത്തിരക്കേറിയ സ്ഥലത്ത് ഇതുപോലൊരു സ്ഫോടനം നടന്നത് നടുക്കമുണ്ടാക്കുന്നതാണ്. സ്ഫോടനത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ. ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദികളെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി കഴിഞ്ഞു. बॉम्ब ब्लास्ट हुआ है लाल किले के सामने।
അഭിലാഷ്, ഫരീദാബാദ് തീവ്രവാദ ഘടകവുമായി ബന്ധമുള്ളവർ തന്നെയാണ് ഇപ്പോൾ ഈ ആസൂത്രണത്തിന് പിന്നിൽ, ഈ സ്ഫോടനത്തിന് പിന്നിലെന്ന വിവരമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഡോക്ടർ ഉമർ ഉൾപ്പെടെ ഈ വൈറ്റ് കോളർ ടെററിസം എന്ന നിലയിലേക്ക് ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾ തീവ്രവാദത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ വിലയിരുത്തുന്നത്. മാത്രമല്ല, വനിതകളെ കൂടി ഈ സംഘത്തിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ ആക്രമണം നടത്തുക എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളിലേക്കാണ് ഈ അന്വേഷണം ഇപ്പോൾ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതും. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ ഫരീദാബാദ് ഘടകം തന്നെയെന്ന് വിലയിരുത്തുന്നു. സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത കാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹത്തിൻ്റെ DNA പരിശോധനാ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ ഡോക്ടർ ഉമറിൻ്റെ മാതാവിൻ്റെ DNA-യുമായി അതിൻ്റെ ഒത്തുനോക്കലാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. I-20 കാറിൻ്റെ യാത്രക്കാരൻ ഉമർ നബിയാണെന്ന കാര്യം രഹസ്യാന്വേഷണ ഏജൻസികൾ ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റാരും തന്നെ ഈ കാറിൽ ഉണ്ടായിരുന്നില്ല എന്ന ഒരു വിലയിരുത്തലുണ്ട്. കറുത്ത മുഖംമൂടി ധരിച്ചിരുന്നു എന്ന വിവരം വരുന്നുണ്ട്. ഫരീദാബാദിൽ വൻതോതിൽ അമോണിയം നൈട്രേറ്റ് പിടിച്ചതായ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡൽഹി പോലീസ് ഉൾപ്പെടെ മറ്റ് ഏജൻസികൾ ഡോക്ടർ ഉമറിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. ഫരീദാബാദ് വെടിയുള്ളിലെ ഭീകരനായ ഉമർ ഇതോടുകൂടി ഒളിവിൽ പോവുകയും ചെയ്തു. സ്ഫോടന സമയത്ത് കാറിൽ ഒറ്റയ്ക്കായിരുന്നു എന്നത് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകുന്നത്. അതേസമയം മറ്റ് 2 പേരുടെ സഹായം ലഭിച്ചുവെന്ന സൂചനകളുണ്ട്. താൻ പിടിക്കപ്പെടുമെന്ന് ഭയന്ന് ഈ പരിഭ്രാന്തനായി ഭീകരാക്രമണം ആസൂത്രണം ചെയ്തു എന്ന വിലയിരുത്തലിലേക്ക് പോകുന്നു. ഡിറ്റനേറ്റർ സ്ഥാപിച്ചാണ് ഈ സ്ഫോടനമെന്ന ചില നിഗമനങ്ങളുമുണ്ട്. I-20 കാറിനെ സംബന്ധിച്ച് ഡൽഹി പോലീസും അന്വേഷണ ഏജൻസികളും നേരത്തെ നടത്തിയ പരിശോധനയിൽ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ഈ കാർ എത്തിയതിൻ്റെ റൂട്ടിൻ്റെ CCTV മാപ്പിംഗ് പോലീസ് സ്പെഷ്യൽ സെൽ ശേഖരിച്ചു. ഇതനുസരിച്ച് കാർ അവസാനമായി കണ്ടത് ബദർപൂർ അതിർത്തിയിലാണ്. കാർ അവിടെ നിന്ന് ഡൽഹിയിൽ പ്രവേശിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തുടർന്നുള്ള വഴി നിർണ്ണയിക്കുന്നുണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ ഗേറ്റ് നമ്പർ 1 സമീപമാണ് കാർ പിന്നീട് കണ്ടത്. ഇതിനു മുൻപ് ചെങ്കോട്ടയ്ക്കടുത്തുള്ള ഗാർഡൻ മോസ്കിന് സമീപം പാർക്കിംഗ് സ്ഥലത്ത് 3 മണിക്കൂർ മുൻപ് കാർ പാർക്ക് ചെയ്തിരുന്നു. വൈകുന്നേരം 3:19 കാർ പാർക്കിംഗ് സ്ഥലത്ത് പ്രവേശിക്കുകയും 6:48 പുറപ്പെട്ടു പോവുകയും ചെയ്തു. ഏകദേശം വൈകുന്നേരം 6:55 കൂടിയാണ് സ്ഫോടനം നടന്നത്. ഇതിലെ പാർക്കിംഗ് പ്രദേശത്തേക്ക് പ്രതി കടക്കുന്നതും പുറത്തേക്ക് പോകുന്നതുമായ ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. ഇതിൻ്റെ ഉടമസ്ഥത സംബന്ധിച്ചുള്ള ചില അവ്യക്തതകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. 4 ഉടമകളെങ്കിലും മാറിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ സൽമാൻ എന്ന ആളുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ കാർ ഉണ്ടായിരുന്നത്. അത് പിന്നീട് നദീം എന്നൊരു മറ്റൊരാൾക്ക് വിൽക്കുന്നു. നദീം ഈ കാറിനെ ഫരീദാബാദിലെ റോയൽ കാർ സോണിലെ ഒരു കാർ ഡീലർക്ക് കൈമാറ്റം ചെയ്യുന്നു. അത് താരിഖ് എന്നൊരു ആൾ വാങ്ങി. പിന്നീടാണ് ഇത് ഉമറിൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഇന്ത്യയിലെ വനിതാ വിഭാഗത്തിൻ്റെ ചുമതല. ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിൽ ജോലി. താമസം ലക്നൌവിലെ ലാൽബാഗിൽ. ചെങ്കോട്ട സ്ഫോടന കേസിൽ അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഉമർ നബിക്കും സംഘത്തിനും ഭീകരപ്രവർത്തനം നടത്താൻ പണപ്പിരിവ് നടത്തിയതും ഡോക്ടർ ഷഹീൻ എന്നാണ് വിവരം. അറസ്റ്റിനിടെ ഷഹീൻ്റെ കാറിൽ നിന്നും തോക്കും വെടിയുണ്ടകളും പോലീസ് കണ്ടെടുത്തിരുന്നു. ഫരീദാബാദിൽ നിന്നും 2900 കിലോ സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റിലായ ഡോക്ടർ മുസൈബ് എന്നയാളുമായി ഷാഹിദിക്ക് അടുത്ത ബന്ധമുണ്ട്. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത ബന്ധമുള്ളയാളെന്നാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഇവർ പോലീസ് പിടിയിലായതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ഇന്ത്യയിൽ ആരംഭിക്കുന്നതിന്റെ ചുമതല ഷഹീൻ ഷാഹിദിനായിരുന്നു. ഭീകരൻ മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസർ നയിക്കുന്ന ജമാഅത്തുൽ മുമിനാത്തിന്റെ ഇന്ത്യയിലെ ചുമതലയാണ് ഡോക്ടർ ഷാഹിൻ ഏറ്റെടുത്തിരുന്നത്. ലക്നൌവിലെ ലാൽബാഗിൽ താമസിക്കുന്ന ഇവരുടെ വാഹനത്തിൽ നിന്ന്
തോക്കുകളും വെടിയുണ്ടകളും കണ്ടെടുത്തിരുന്നു. മാത്രമല്ല ഉമർ നബിക്കും സംഘത്തിനും ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ പണപ്പിരിവ് നടത്തിയതും ഇവരെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഫരീദാബാദിലെ അൽ-ഫല സർവകലാശാലയുടെ ഭാഗമായിരുന്നു ഷഹീൻ. രാജ്യത്തെ വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താൻ ഇവരും ഉമർ നബിക്കും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഡോക്ടർ ഷഹീന അറസ്റ്റിലായതോടെ പുതിയൊരു ഭീകര സംഘടനയുടെ വലിയ കണ്ണിയാണ് വലയിലാക്കാനായത്. ഇവർ കുടുക്കിയ ഇന്ത്യൻ വനിതകളെ കണ്ടെത്തി രക്ഷിക്കാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. പാകിസ്ഥാനിലേക്ക് ഇവർ യുവതികളെ കടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ജെയ്ഷെ മുഹമ്മദ് വനിതകളെയും നേരിട്ട് ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചത്. പിന്നാലെ ഈ മാസം മുതൽ പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ ട്രെയിനിംഗ് ആരംഭിച്ചിരുന്നു. കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബാംഗങ്ങൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതികൾ, വിധവകൾ എന്നിവരെയാണ് സംഘം ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന് കുരുക്കായത് എന്താണ്? പാർട്ടിയുടെ വിശ്വസ്തനായിട്ടും വാസുവിനെ എങ്ങനെ പിടിവീണു? സ്വർണം ചെമ്പാക്കിയ മാജിക് മുതൽ തട്ടിപ്പിന് കൂട്ടുനിന്നത് വരെ നീളുന്നതാണ് വാസുവിൻ്റെ ചെപ്പടി വിദ്യകൾ. ശബരിമല സന്നിധാനത്തെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് മൂന്നാം പ്രതിയായ വാസുവിനെ അറസ്റ്റ് ചെയ്തത്. സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് സ്പോൺസറുടെ കൈവശം ബാക്കി സ്വർണമുണ്ടെന്നറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ലെന്നാണ് ആരോപണം. ശബരിമലയിലെ കട്ടിളപ്പാളികളിലെ സ്വർണമോഷണവുമായി ബന്ധപ്പെട്ട് എൻ വാസുവിനെ മൂന്നാം പ്രതിയാക്കി അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സ്വർണപ്പാളി കേസിലാണ് അറസ്റ്റ്. ദേവസ്വം ബോർഡിൽ ഉന്നത സ്ഥാനങ്ങളിലിരുന്ന ആളാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള വാസു. എല്ലാം വാസു അറിഞ്ഞുകൊണ്ടെന്ന് മുരാരി ബാബുവും സുധീഷും മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന. മുൻ തിരുവാഭരണ കമ്മീഷണർ ബൈജുവിന്റെ മൊഴിയും വാസുവിന് എതിരാണ്. ചോദ്യം ചെയ്യലിൽ രേഖകളിൽ തിരുത്തൽ വരുത്തിയതിൽ വാസുവിന് മറുപടിയില്ല. ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നുമാണ് വാസു ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. 2019 മാർച്ച് 18-നാണ് വാസു കട്ടിളപ്പാളികൾ ചെമ്പുപാളികൾ എന്ന് എഴുതി ചേർത്തത്. തുടർന്ന് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തയക്കുകയായിരുന്നു. 409 ഗ്രാം സ്വർണമാണ് കട്ടിളപ്പാളികളിൽ നിന്ന് വേർതിരിച്ചത്. എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെയാണ് സ്വർണം പൂശൽ കഴിഞ്ഞ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദ ഇമെയിൽ സന്ദേശം ലഭിച്ചത്. സ്വർണം പൂശൽ കഴിഞ്ഞ ശേഷവും സ്വർണം ബാക്കിയുണ്ട് എന്നും ഇത് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ചെലവഴിക്കട്ടെ എന്നും ചോദിച്ചായിരുന്നു പോറ്റിയുടെ ഇമെയിൽ സന്ദേശം. എന്നാൽ ഇത് സംബന്ധിച്ച് വാസു നൽകിയ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല. ഇമെയിൽ സന്ദേശം താൻ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തുവെന്നും പിന്നീട് അതേക്കുറിച്ച് തിരക്കിയില്ല എന്നുമായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതികരണം. അധികം വന്ന സ്വർണം സ്പോൺസറുടെ കൈവശമുണ്ടെന്ന് അറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ലെന്നാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്ന ആരോപണം. അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ SIT സംഘം എൻ വാസുവിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു.
ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും പഠിച്ചിരുന്ന കാലത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. അധ്യാപകരെന്നാൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവരാണ്. സ്വന്തം ജീവിതം തൻ്റെ പാഠപുസ്തകമാക്കിയ നിരവധി ടീച്ചർമാരെയും സാറുമാരെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. എന്നാൽ ഇക്കാലത്ത് കുട്ടികൾക്ക് മാതൃകയായ എത്ര അധ്യാപകരുണ്ട്. തൃശ്ശൂർ കേരള കലാമണ്ഡലത്തിലെ ഒരു അധ്യാപകനെക്കുറിച്ച് കേട്ടാൽ അറപ്പാണ് തോന്നുന്നത്. ക്ലാസ്സിൽ മദ്യപിച്ചെത്തി കൂത്താടും, പിന്നെ പെൺകുട്ടികളെ ലൈംഗിക ചുവയോടെ കയറി പിടിക്കും. കലാമണ്ഡലം അധ്യാപകനായ ദേശമംഗലം സ്വദേശി കനകകുമാറിനെതിരെ 6 വിദ്യാർത്ഥിനികളാണ് പരാതി നൽകിയത്. പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തതിന് പിന്നാലെ കനകകുമാറിനെ സസ്പെൻഡ് ചെയ്തു. കലാമണ്ഡലം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി. കേരള കലാമണ്ഡലത്തിലെ 6 വിദ്യാർത്ഥികളാണ് അധ്യാപകനായ കനകകുമാറിനെതിരെ പരാതി നൽകിയത്. ഇയാൾ സ്ഥിരമായി ക്ലാസ്സിൽ മദ്യപിച്ചെത്തി ലൈംഗിക അതിക്രമം നടത്തുന്നുവെന്നായിരുന്നു സർവകലാശാല അധികൃതർക്ക് നൽകിയ പരാതിയിൽ വിദ്യാർത്ഥികൾ ആരോപിച്ചത്. വിദ്യാർത്ഥികളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ സ്പർശിച്ചുവെന്നും ബോഡി ഷേമിംഗ് നടത്തിയെന്നും കുട്ടികൾ പറയുന്നു. ഇതോടെ വിദ്യാർത്ഥിനികൾ നൽകിയ പരാതി സർവകലാശാല അധികൃതർ ചെറുതുരുത്തി പോലീസിന് കൈമാറി. കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കനകകുമാറിനെതിരെ പോക്സോ പ്രകാരമാണ് കേസെടുത്തത്. വൈസ് ചാൻസലർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇയാൾ പലപ്പോഴും വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ച വിവരം. അധ്യാപകൻ ക്ലാസ്സിൽ മദ്യപിച്ചു വരുന്നുവെന്നും വിദ്യാർത്ഥികളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നുവെന്നും നേരത്തെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് ഉടൻ നീങ്ങുമെന്നാണ് നിഗമനം. കലാമണ്ഡലത്തിൽ ഗ്രേഡ് എ വിഭാഗം അധ്യാപകനായ കനകകുമാർ കൂടുതൽ പേരെ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെ കനകകുമാറിനെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തു. ന്യൂസ് 18 തൃശൂർ. സ്കൂളിലെ അധ്യാപകരെ വിദ്യാർത്ഥികൾ മാത്രമല്ല രക്ഷിതാക്കളും ബഹുമാനിച്ചിരുന്നൊരു കാലമുണ്ട്. എന്നാൽ ഇപ്പോൾ അധ്യാപകരെ പോലും കൈകാര്യം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുന്ന കുട്ടികളെയും മാതാപിതാക്കളെയും കാണാം. തൃശ്ശൂർ ശ്രീനാരായണപുരത്ത് അധ്യാപകന് നേരെ ആക്രമണം നടത്തിയത് രക്ഷിതാവാണ്. പോഴങ്കാവ് സെൻറ് ജോർജ് LP സ്കൂളിലെ അധ്യാപകൻ ഭരത് കൃഷ്ണയ്ക്കാണ് മർദ്ദനമേറ്റത്. സ്കൂളിൽ നിന്നും 4ാം ക്ലാസ് വിദ്യാർത്ഥി ഇറങ്ങിപ്പോയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ ഗുണ്ടാ നേതാവ് ധനീഷാണ് അധ്യാപകനെ മർദ്ദിച്ചത്. നിരവധി കേസുകളിൽ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ ധനീഷാണ് കൊടുങ്ങല്ലൂർ ആല സ്വദേശിയായ അധ്യാപകന് നേരെ അതിക്രമം നടത്തിയത്. ധനീഷിൻ്റെ 4ാം ക്ലാസ്സുകാരനായ മകനെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ നിന്ന് കാണാതായിരുന്നു. ഇതിന് പിന്നാലെ അധ്യാപകനായ ഭരത് കൃഷ്ണ കുട്ടിയെ തിരഞ്ഞ് പേഴങ്കാവിലെ വീട്ടിലെത്തി. മാതാവിൻ്റെ സമ്മതത്തോടെ കുട്ടിയെ സ്കൂളിലെത്തിച്ചു. എന്നാൽ വൈകുന്നേരത്തോടെ സ്കൂളിലെത്തിയ ധനീഷ് അധ്യാപകന് നേരെ അസഭ്യവർഷം നടത്തിയ ശേഷം മർദ്ദിക്കുകയായിരുന്നു. മറ്റൊരു കുട്ടിയുമായി വഴക്കുണ്ടാക്കിയ ശേഷം സ്കൂൾ വിട്ട് ഓടിപ്പോയ 4ാം ക്ലാസ്സുകാരനെ ഭരത് ശകാരിച്ചതാണ് പ്രകോപനത്തിന് കാരണം. ഇതേ ചൊല്ലി വെല്ലുവിളിയുമായി എത്തിയ ധനീഷ് ഭരത്തിൻ്റെ മുഖത്തടിക്കുകയും തള്ളിയിടുകയുമാണ് ഉണ്ടായത്. മർദ്ദനത്തിൽ പരിക്കേറ്റ അധ്യാപകൻ ചികിത്സ തേടിയതോടെയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത്. ഇതിന് പിന്നാലെ ഒളിവിൽ പോയ ധനീഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതായും പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും മതിലകം പോലീസ് പറഞ്ഞു.
കൊലപാതകം, ഗുണ്ടാക്രമണം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ ധനീഷിനെതിരെ മുൻപ് കാപ്പ ചുമത്തിയിരുന്നതായും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. കൊല്ലം കുണ്ടറയിൽ സിനിമാ സ്റ്റൈലിൽ മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി ഗുണ്ടാ വിളയാട്ടം. ബൈക്കുകളിലെത്തിയ 20 അംഗ സംഘമാണ് 3 യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. എന്നാൽ ആക്രമണത്തിൻ്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ കേസെടുത്ത പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊട്ടേഷൻ ആക്രമണമെന്ന സംശയത്തിലാണ് പോലീസ്. പരിക്കേറ്റ 3 പേരും ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. കുണ്ടറ പെരുമ്പുഴ സെറ്റിൽമെന്റ് ഉന്നതിയിലെ 3 യുവാക്കൾക്കാണ് വെട്ടേറ്റത്. ആലിമൂട് സ്വദേശി ജോൺ, പെരുമ്പുഴ സ്വദേശികളായ ഗോപകുമാർ, അനു എലിയാസ് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. അക്രമത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. കൊട്ടേഷൻ സംഘങ്ങളാണ് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വാഹനങ്ങളുടെ നമ്പറുകൾ അടക്കം പരിശോധിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. പരിക്കേറ്റ 3 തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ഒളിവിൽ കഴിയുന്ന മുഴുവൻ പ്രതികൾക്കായി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ തിരക്കുള്ള ബസ് സ്റ്റോപ്പുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്നയാളാണ് ആസം സ്വദേശി ബബ്ലു. യാത്രക്കാരുടെ ബാഗിൽ നിന്ന് തന്ത്രപൂർവ്വം പണവും മൊബൈൽ ഫോണും കൊള്ളയടിക്കുന്നതാണ് രീതി. അതിനുശേഷം വേഷം മാറി മുങ്ങും. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ കവർച്ചയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പ്രതി പോലീസിൻ്റെ പിടിയിലായി. അങ്കമാലി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇയാളെ പെരുമ്പാവൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ തിരക്കേറിയ ബസ് സ്റ്റോപ്പുകളിൽ നിന്ന് യാത്രക്കാർ ബസ്സിലേക്ക് കയറുമ്പോൾ അവരുടെ ബാഗിൽ കിടക്കുന്ന മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് കടന്നു കളയുന്നതിൽ വിരുദ്ധനാണ് ബബ്ലു. വില കൂടിയ മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച ചെറിയ തുകയ്ക്ക് വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി. ലഹരി വസ്തുക്കൾ വാങ്ങാനുള്ള പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് ഇയാൾ മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്നതെന്ന സംശയവും പോലീസിനുണ്ട്. അങ്കമാലിയിലെ മോഷണത്തിന് ശേഷം താടിയും മീശയും വടിച്ച് വേഷപ്രച്ഛന്നനായി നടന്ന പ്രതിയെ പെരുമ്പാവൂരിൽ മറ്റൊരു മോഷണത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ അന്വേഷണത്തിനിടെ പെരുമ്പാവൂർ ടൗണിൽ നിന്ന് തിങ്കളാഴ്ച വൈകിട്ടാണ് ഇയാളെ പിടികൂടിയത്. പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം അങ്കമാലി പോലീസിന് കൈമാറി. ഇയാളുടെ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 പെരുമ്പാവൂർ. പെരുമ്പാവൂരിലെ സർക്കാർ സ്കൂളിൽ കഴിഞ്ഞ രാത്രിയുണ്ടായ കവർച്ചാ കേസാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. ഓഫീസ് മുറിയുടെ വാതിൽ തകർത്ത് പണം കവർന്നെന്നാണ് പരാതി. SSLC തുല്യതാ പരീക്ഷയുടെ ചോദ്യപേപ്പർ സൂക്ഷിച്ചിരുന്ന മുറിയുടെ വാതിൽ തകർത്തായിരുന്നു മോഷണം. എന്നാൽ പണമല്ലാതെ മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പ്രതികൾക്ക് വേണ്ടി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. തിങ്കളാഴ്ച രാത്രിയിലാണ് പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഫീസ് മുറികളുടെ വാതിൽ തകർത്ത് മോഷണം നടന്നത്. ഹെഡ്മാസ്റ്ററുടെ മുറിയുടെയും സ്റ്റാഫ് റൂമിന്റെയും വാതിലുകൾ തകർത്തായിരുന്നു കവർച്ച.
ഹെഡ്മാസ്റ്ററുടെ മുറിയിൽ മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 3600 രൂപ നഷ്ടപ്പെട്ടുവെന്നാണ് പരാതി. സ്കൂൾ ബസ്സുകൾക്ക് ഡീസൽ അടിക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായത്. പെരുമ്പാവൂരിലെ 2 സർക്കാർ സ്കൂളിലേക്കുള്ള SLC തുല്യതാ പരീക്ഷയുടെ ചോദ്യപേപ്പർ സൂക്ഷിച്ചിരുന്ന മുറിയാണ് മോഷണ സംഘം തകർത്തതെന്നാണ് വിവരം. ചോദ്യപേപ്പർ സൂക്ഷിച്ചിരുന്നതിനാൽ പ്രത്യേകം നിയമിച്ച സെക്യൂരിറ്റി ജീവനക്കാരനാണ് മോഷണം നടന്ന കാര്യം അറിയുന്നത്. ഉടൻ തന്നെ തൊട്ടടുത്ത PTA പ്രസിഡന്റിനെയും അധ്യാപകരെയും വിവരം അറിയിച്ചു. ഇവരെത്തി പോലീസിനെ വിളിച്ച് കാര്യം അറിയിക്കുകയായിരുന്നു. HMന്റെ റൂം കുത്തിപ്പൊളിക്കുകയും നമ്മുടെ കുട്ടികൾക്കും മറ്റുള്ള അധ്യാപകർ ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കൾ നാശം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ 2ാം വട്ടമാണ് ഈ മോഷണം നടക്കുന്നത്. ഇത് ഹയർ സെക്കൻഡറി വിഭാഗം നടന്നിരുന്നു, ഒരു കുറച്ചു നാൾ മുമ്പ് ബോയ്സ് നടന്നിരുന്നു. ഇവ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മാത്രം നടക്കുന്ന ഒരു കളവായിട്ടാണ് ഇത് തോന്നുന്നത്. പെരുമ്പാവൂർ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധനകൾ നടത്തി. പെരുമ്പാവൂർ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനു മുൻപ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഇവിടെ മോഷണം നടന്നിട്ടുണ്ട്. സമീപത്തെ CCTVകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നത്. ന്യൂസ് 18 പെരുമ്പാവൂർ. കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും അവരെ മാനസികമായി ശക്തരാക്കാനും സർക്കാർ വിവിധ തരത്തിലുള്ള ബോധവൽക്കരണവും ഇടപെടലുകളും നടപ്പാക്കുന്നുണ്ട്. എന്നാൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ജീവിതം അവസാനിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കയോടെ കാണണം. കൊല്ലം ചവറയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് ചെറിയെന്തോ പ്രശ്നങ്ങളുടെ പേരിലാണ്. എന്തിനായിരിക്കും അഭിനയ ജീവനൊടുക്കിയത്? സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു. ചവറ കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് VHSലെ അഭിനയെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ കിടപ്പുമുറിയിലാണ് തൂങ്ങിമരിച്ചത്. വീട്ടുകാർ വിളിച്ചിട്ടും കതക് തുറക്കാതെ വന്നതോടെ അത് തല്ലി തുറന്ന് നോക്കിയപ്പോഴാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അഭിനയ. മരണക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായതിനാൽ പുറത്തുവിട്ടിട്ടില്ല. അമ്മയ്ക്കും സഹോദരനുമൊപ്പം താമസിച്ചു വന്നിരുന്ന അഭിനയയുടെ മരണകാരണം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം പാൽക്കുളങ്ങരയിലെ ചുമട്ട് തൊഴിലാളി അബ്ദുൽ ഹക്കീം ചെയ്യാത്ത തെറ്റിന് വേട്ടയാടപ്പെട്ടത് 38 വർഷത്തോളമാണ്. ബാഗുകളും മറ്റും വാഹനത്തിലേക്ക് എത്തിച്ചു നൽകിയതിന് വിദേശികൾ പ്രതിഫലമായി നൽകിയ വ്യാജ അമേരിക്കൻ ഡോളറിൻ്റെ പേരിൽ കള്ളനോട്ടുകാരനെന്ന ദുഷ്പേര്, പിന്നെ ജയിൽവാസം. 2009 3 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെടുന്നു. 1987 100ന്റെ വ്യാജ അമേരിക്കൻ ഡോളർ നൽകി കബളിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ഹക്കീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒടുവിൽ കൊല്ലം അഡീഷണൽ ജില്ലാ കോടതി വിധിച്ച തടവ് ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയാണ് ഹക്കീമിനെ കോടതി വെറുതെ വിട്ടത്. ഓഗസ്റ്റ് 4 പാൽക്കുളങ്ങര സ്വദേശി അബ്ദുൾ ഹക്കീം തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപം ചുമട്ടുതൊഴിലാളിയായി ജോലി ചെയ്യുന്ന സമയം. അന്ന് അവിടെ വിനോദയാത്രയ്ക്കെത്തി മടങ്ങിയ വിദേശികൾ ബാഗുകൾ കാറിലേക്ക് എത്തിച്ചു കൊടുത്തതിന് അബ്ദുൾ ഹക്കീമിനും മറ്റു തൊഴിലാളികൾക്കുമായി അമേരിക്കയിലെ $100 പ്രതിഫലമായി നൽകി. വിദേശികൾ പോയതിനു ശേഷമാണ് തങ്ങൾക്ക് ലഭിച്ചത് വ്യാജ ഡോളറാണെന്ന് മനസ്സിലായത്. ഇതോടെ ഒപ്പമുണ്ടായിരുന്നവരുമായി തർക്കമായി. ഇതിനിടയിലെത്തിയ വലിയതുറ പോലീസ് ഹക്കീമിനെ പിടികൂടുകയും വ്യാജ ഡോളർ കൈമാറാൻ ശ്രമിച്ചതിന് കേസെടുക്കുകയും ചെയ്തു. ഈ സമയം പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും കേസും നടപടികളുമായി മുന്നോട്ട് പോയി. പിന്നീട് 2009 കൊല്ലം അഡീഷണൽ ജില്ലാ കോടതി ഹക്കീമിന് 3 വർഷം കഠിന തടവും 5000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വ്യാജ ഡോളർ യഥാർത്ഥ ഡോളറാണെന്ന് പറഞ്ഞ് വർഗീസ് എന്നയാൾ കൈമാറാൻ ശ്രമിക്കുകയായിരുന്നു എന്നായിരുന്നു കേസ്. തുടർന്നാണ് വിചാരണ കോടതി ശിക്ഷിച്ചത്. ഈ വിധിക്കെതിരെ ഹക്കീം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. തനിക്കും ഒപ്പമുണ്ടായിരുന്ന മറ്റ് ചുമട്ടുതൊഴിലാളികൾക്കും കൂലിയായി വിദേശികൾ നൽകിയതാണ് വ്യാജ ഡോളർ എന്ന് അപ്പീലിൽ ചൂണ്ടിക്കാട്ടി. വ്യാജ ഡോളറാണെന്ന് തനിക്ക് അറിയില്ലെന്നും വ്യക്തമാക്കി.
ഈ വാദം കണക്കിലെടുത്ത കോടതി വ്യാജ ഡോളർ ആണെന്ന അറിവോടെ കൈവശം വയ്ക്കുമ്പോൾ മാത്രമാണ് കുറ്റം നിലനിൽക്കുകയുള്ളൂ എന്ന് വിലയിരുത്തി. പ്രതിയെ ശിക്ഷിച്ച കീഴ്ക്കോടതി നടപടി റദ്ദാക്കി. ഹക്കീമിനെ കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടു. വിചാരണ കോടതി ശിക്ഷിച്ചതിനെതിരെ അബ്ദുൾ ഹക്കീം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയിരുന്നില്ല. അതിനാൽ ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് താരിഖ് അൻവറാണ് ഹർജിക്കാരന് വേണ്ടി ഹാജരായത്. ന്യൂസ് 18 കൊച്ചി. എൻ്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഞാൻ ആരാണ്? അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനും സഹായിയും വിശ്വസ്തനുമാണോ? നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് സ്വയം ചിന്തിച്ച്. ചിലർ സുഹൃത്തുക്കളെ നേരിൽ കാണുമ്പോൾ വലിയ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും, നല്ല വർത്തമാനങ്ങൾ പറയും. എന്നാൽ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ കുറ്റവും പരദൂഷണവുമാണ്. മാത്രമല്ല, രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ നാടുനീളെ പാട്ടാക്കും. അങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കൊള്ളാത്തവനെന്ന ദുഷ്പേരുണ്ടല്ലോ, അതങ്ങനെ മായ്ച്ചാലും പോകില്ലെന്ന്. അതിനാൽ നാവിനെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനായി മാറാൻ കഴിയും. നേരല്ലേ? ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.